ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. അങ്ങനെ പോയി പല്ലൊക്കെ തേച്ചു. അതിനുശേഷം കുറച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. അത് പിന്നെ കുറച്ച് കൈ വെച്ച് അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ അമലേട്ടൻ്റെ അടുത്ത് പോയി അമലേട്ടനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ കല്ല് അമലേട്ടൻ കിട്ടിയതാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകും. നിങ്ങളവിടെ രാവിലെ എന്താണ് ഗായ്സ്? ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇന്നലെ ആയിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റു, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ അവരുടെ റിലേറ്റീവ് ഉണ്ട്, അവരുടെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ഫിലിമൊക്കെ കാണണമെന്നാണ് പ്ലാൻ ഇന്ന് കേട്ടോ. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും ഗൈസ്. ഹലോ പറ ഗൈസ്. അപ്പൊ നമുക്ക് പോയിട്ട് ഇന്ന് കുറച്ച് റീൽസ് എടുക്കണം. ബൈ 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 കമോൺ. റീലിന്റെ വർഷത്തിൽ ഞാനിപ്പോൾ എന്തിനാ ഈ റോഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, റോഡ് നന്നാക്കി ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷമാണ്. കാരണം ഭയങ്കര മോശമായിരുന്നു റോഡ്, ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ നേരാക്കിയതിൻ്റെ സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷം പിന്നെയും നിലച്ചുപോയി. പകുതി വരെ നിലയ്ക്കുള്ളൂ, ബാക്കി പകുതി വരെ അങ്ങനെ ഇട്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അമലേട്ടൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോയി എത്തി. അവിടെ കുറച്ച് നേരം ഇരുന്ന ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. അല്പം അല്ല, കുറച്ചധികം ലേറ്റായി പോയി. ഇപ്പോൾ സൂവിൽ പോകണം, അതുപോലെ കനകക്കുന്ന് പോകണം, പിന്നെ സിനിമ കാണണം. ഇതാണ് പ്ലാൻ ഇന്നത്തെ. അങ്ങനെ നമ്മൾ ഇറങ്ങി. അല്പം ലേറ്റായി പോയെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും ഇത് ശീലമാണ്, അതുകൊണ്ട് സീനില്ല. അങ്ങനെ നമ്മൾ കനകക്കുന്ന് എത്തി. അപ്പോഴത്തേക്ക് അമലേട്ടൻ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ, ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാനിവിടെ ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങണം എന്നുള്ള സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അമലേട്ടൻ വന്ന സമയത്ത് ഓരോ സാധനങ്ങളും വാങ്ങാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ്. ചോളം വാങ്ങിച്ചു, പിന്നെ പോയിട്ട് വെള്ളം വാങ്ങിച്ചു, പിന്നെ അവിടെ കണ്ട എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചു. ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിച്ചു, പിന്നെ സുണ്ടൽ വാങ്ങിച്ചു. അങ്ങനെ പോയി. ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് നെല്ലിക്ക ബാഗിലുണ്ട്, പിന്നെ വെള്ളം. ഇതിപ്പോൾ തിന്നാൻ വേണ്ടി പോയതാണോ അതോ ഇരിക്കട്ടെ, കുഴപ്പമില്ല, എന്തായാലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് കഴിക്കാമല്ലോ, വെള്ളം കുടിക്കാൻ ആവശ്യം വരും. ഒരു സ്ഥലം തപ്പി പിടിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ കുഞ്ഞു ലൈബ്രറി ഉണ്ട്, നല്ല ക്യൂട്ട് ലൈബ്രറിയാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പൂട്ടി വെച്ചിട്ട് പോയിട്ടുണ്ട്, അപ്പം നമുക്ക് തുറക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ റീൽസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നെക്സ്റ്റ് ഇപ്പം നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഏത് പാട്ടാണ് ഞാൻ ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഭർത്താക്കന്മാർ നമുക്ക് റീൽസ് എടുക്കാൻ വന്നാൽ നമ്മൾ ഇതുപോലെ ബാഗും ക്ലിപ്പൊക്കെ അവർക്ക് കൊടുത്ത് നമ്മുടെ ഭാരം അങ്ങ് ഒഴിക്കണം. ഓക്കെ ഗൈസ്. ഇപ്പം ഞാൻ അടുത്ത ലൊക്കേഷൻ തിരഞ്ഞ് പോവാണ് ഡാൻസിൻ്റെ പകുതി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഡാൻസ് പോസ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്. അമലേട്ടൻ എഡിറ്റ് ചെയ്തിട്ടില്ല, ഞാനും എഡിറ്റ് ചെയ്തില്ല. അത്ര പോരാന്ന് തോന്നുന്നു, അതുകൊണ്ട് പിന്നെ പോസ്റ്റ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ വിചാരിച്ച് സൂലോട്ടിന് പോവാണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ അറിയാം ഗൈസ്, അറിയാം. നമ്മൾ ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അമലേട്ടൻ എനിക്ക് എത്തുന്നില്ല, അമലേട്ട കൈ. സൂവിൻ്റെ അകത്തോട്ട് പോവുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അമലേട്ടൻ ടിക്കറ്റ് എടുത്തിട്ട് വരാണ്. അമലേട്ടൻ ഐസ്ക്രീം എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. അപ്പോൾ അമലേട്ടൻ്റെ ഒരു പേടി, ഞാൻ തിന്നോന്ന് ഇല്ല ഗൈസ്, ഞാൻ കഴിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് കഴിച്ച ശേഷം മാത്രമേ നമ്മൾ അകത്തോട്ട് കയറ്റത്തുള്ളൂ. വിത്ത് ബാഗായി ഞാൻ വിത്തൗട്ട് ബാഗായിട്ടാണ് ഗൈസ് ഞാൻ അകത്തോട്ട് പോകുന്നത്. കാരണം ബാഗിൻ്റെ ഉള്ളിൽ വെള്ളം, സ്നാക്സ്, പല സാമഗ്രികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് അകത്തോട്ട് കയറ്റില്ലെന്നവർ പറഞ്ഞു. അഥവാ വെള്ളം വേണമെങ്കിൽ എടുക്കാം, പക്ഷേ വെള്ളം എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ചെറിയ ലേബിൾ തരും, അത് ഒട്ടിച്ചിട്ട് മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ന്യൂസ് ഞാൻ അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം, എത്തിക്കുകയാണ്. ഓക്കെ, എവരിബഡി വരൂ ഗൈസ്. ഇന്ന് നമുക്ക് കുറച്ച് മൃഗങ്ങളെ കാണാം. ഓക്കെ, അമലേട്ടനുണ്ടല്ലോ കറക്റ്റ് സംസാരിക്കുന്ന പറ്റി. അത് കഴിയുമ്പോൾ ഓണാക്കും. ബംഗാൾ കുരങ്ങ് അതാണ് വീട്ടിന്റെ. എനിക്ക് കിളികളൊന്നും എനിക്ക് കാണണം കേട്ടാ. ഈ ക്രൊക്കഡൈൽ എന്താ കരടി ക്രൊക്കഡൈൽ ഉണ്ടോ കൂടെ? ഉണ്ടാവോ? എനിക്ക് കിളികളും മൂങ്ങയൊന്നും കാണണ്ട. മൂങ്ങനൊക്കെ ഡെയിലി കാണുന്നില്ല. നമുക്ക് അപ്പൊ സിംഹം, കരടി, പുലി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കാണാം. ഓക്കെ, അത് മാപ്പിൽ വഴിയുണ്ട്. എന്താണ്
പെട്ടെന്ന് തീർന്നു. മുള്ളു വേങ്ങ ആ സാധനം മുള്ളം പന്നി പൊട്ടെന്ന് വന്നല്ലോ. എവിടാ മുള്ളു? അല്പ സമയം റെസ്റ്റ്, 5 മിനിറ്റ് നടത്താം, 10 മിനിറ്റ് റെസ്റ്റ്. വെള്ളിമുങ്ങനെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞു. അല്ലുള്ള വെള്ളിമുങ്ങനെ 10 ലക്ഷം രൂപയെന്നാണ് അവരുടെ പറയുന്നത്. അവരുടെ ഇവിടെ കൂട്ടിയിട്ടല്ല, ഒരുപാട് ദിവസം കൂട്ടിയിടും. കൂട്ടിയിട്ടേ പക്ഷെ പരമ്പര കാണാനല്ലേ, കൂട് മാത്രമേ ഉള്ളൂ. ഇതില് ഒന്നും കാണുന്നില്ല. കണ്ടോ, ഈ ഒരു ഷൂ തുടങ്ങിയിട്ട് എത്ര വർഷമായി? കങ്കുവിന്റെ കാലിന്റെ തുടങ്ങിയാണോ? കങ്കുവ ഇഷ്ടപ്പെട്ട ഒരേ ഒരാളാണ് അമലേട്ടൻ, കങ്കുവ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞ് കളിയാക്കാം. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ല എന്നൊരു ഇരിപ്പായിരുന്നു ആളുടെ. ഇതില്ല ഗൈസ്, ഇത് കൊറ്റിയാണ്. കൊറ്റിയല്ലേ? കൊറ്റിയാണ് തോന്നുന്നു. ആ ഒരു രൂപമൊക്കെ ഉണ്ട്. നല്ല വലുതാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കാണിച്ചേരേ. നല്ല വലുതാ, നല്ല രസമുണ്ട് കാണാൻ. 2 ഈ 2 മാത്രമേ വലുത് കേട്ടോ, ബാക്കിയൊക്കെ ചെറുതാണ്. ഇത് 2 നല്ല വലുതാണ് കേട്ടോ. ഇനി അല്പം സ്ലോ മോഷൻ അകന്ന് പറഞ്ഞ് നടന്നതാ, അത് കൊളായിപ്പോയി ഗൈസ്. ഗൈസ് ഇന്ന് നമ്മൾ കരടീൻ്റെ സെക്ഷനിലേക്കാണ് പോണത്. ഈ കരടിയും ആ കരടിയും നല്ല പിണക്കത്തിലാണ് തോന്നുന്നു. ഒരാൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് നടക്കണു. ഐ തിങ്ക് അത് ഹസ്ബൻഡും ഇത് വൈഫും ആണെന്ന് തോന്നുന്നു. ഗൈസ് 2 പിണങ്ങിയിരിക്കുന്നു. ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ പോയത് സിംഹത്തിന് കാണാനാണ്. കറക്റ്റ് നമ്മൾ പോയ സമയത്തിന് ആൾ വല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് മെല്ലെ പതുക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടാ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പെട്ടാൽ തീർന്നു ഗായസ്. പിന്നെ അത് മുള്ളുന്നത് പോലും ഈ അവനയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പാവ, ഇനി അതിന് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും? അമ്പോ ഗൈസ് കണ്ടോ, നിൽക്കുന്ന കണ്ടോ, ഫേസ് ടു ഫേസ് നോക്കിയിട്ടാണ് ഗൈസ് നിൽക്കുന്നത്. പിന്നെ അല്പസമയം വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കിടന്നു. പിന്നെ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെയാണ് കണ്ടത്. നല്ല വലിയതാണ് അത്. അങ്ങോട്ട് നോക്കൂ, ഒരാളെ കണ്ടോ? ഞാനും അവനടുത്ത് നല്ല ഡിസ്കസിലായിരുന്നു. അകത്തോട്ട് വീണാൽ രക്ഷപ്പെടാൻ പറ്റും, കാരണം അതൊന്നും ചെയ്യില്ല. നമുക്ക് മരത്തിലെങ്കിലും കയറാം. പക്ഷേ സിംഹത്തിൻ്റെ മടയിലോ പുലിമടയിലോ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഗൈസ് ഇത് ഷോ അല്ല കേട്ടോ, ഇത് നടന്ന് എനിക്ക് ഉപ്പാട് വന്നു. അത് അറിയാതിരിക്കാൻ വേണ്ടി വെച്ചതാ. പിന്നെ എനിക്ക് ഈ മാൻ, കിളി അങ്ങനെ കാണുന്നതോടൊന്നും എനിക്ക് അധികം താല്പര്യമില്ല. എനിക്ക് സിംഹം, കടുവ, ക്രൊക്കഡൈൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാനാണ് താല്പര്യം. ഇതാണ് നമ്മുടെ ബാഹുബലി സിനിമയിൽ അഭിനയിച്ച കാള. ഗൈസ് ചീറ്റനെ കണ്ടിട്ട് ഞാൻ പുലിമുരുകനിലെ പുലി എന്ന് പറഞ്ഞു. മണ്ടത്തി 3 ഉണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ രസം മാത്രമേ ഉള്ളൂ. അകത്തോട്ട് വിട്ടാൽ തീർന്നു. ചെസ്റ്റ് നമ്പർ 3 അതാണ് നമ്മുടെ പുലിമുരുകനുള്ള പുലി. പക്ഷെ തിന്നാൻ കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് കിടക്കുന്നത്. അടുത്തത് പാമ്പിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോയത്. ഈ പാമ്പുണ്ടല്ലോ, കണ്ട ആ കണ്ണാടിയുടെ മേലെ കൂടെ ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. അതാ നോക്കൂ, മുകളിലൊരു പാമ്പ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി പാമ്പുകളുണ്ട്. ചേര മുതലായ എല്ലാ പാമ്പുകളുണ്ട് കേട്ടോ. അത് കണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ടയേർഡായി. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഗായ്സ്? പിന്നെ ഉണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഗൈസ് ഒരു പാമ്പ്. ഇതിൻ്റെ പേരെന്താണ്? ഇതാണ് ഗൈസ് അനാക്കൊണ്ട. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നമുക്ക് നല്ല വിശന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സംസമിൽ പോയി ഫുഡ് കഴിച്ചു. കൂടെ അമലേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഉണ്ണിച്ചേട്ടൻ. അപ്പം നമ്മൾ 3 കൂടെ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ തിയേറ്ററിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിലോട്ട് എത്തി. രേഖാചിത്രമാണ് കാണാൻ പോകുന്ന മൂവി. അപ്പോൾ ഇനി ഞാൻ വ്ലോഗില്ല, ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ മൂവി അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.